വിദ്യാർത്ഥികളെ, സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റി ലിസൺ ആൻഡ് ആൻസർ. എന്താണ്? നിങ്ങൾക്ക് ഒരു സ്റ്റോറി ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? എന്താ സ്റ്റോറി എന്ന് നമുക്ക് കേട്ടാലോ? നമുക്ക് നോക്കാം. റിയ വാസ് എ cheerful 10-year-old girl. റിയ എന്ന് പറയുന്നത് ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്. ഷീ ഹാഡ് ഷോർട്ട് ബ്ലാക്ക് ഹെയർ. അവൾക്ക് ഷോർട്ട് ബ്ലാക്ക് ഹെയർ ആണുള്ളത്. ഷീ ഓൾവേസ് വോർ എ ബ്രൈറ്റ് റെഡ് റിബൺ. അവൾ എപ്പോഴും എന്ത് ചെയ്യും? നല്ല ഒരു ബ്രൈറ്റ് റെഡ് റിബൺ അവള് വിയർ ചെയ്യും, ഇടും. റിയ ലവ് ആനിമൽ. റിയയ്ക്ക് ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വൺ ഈവനിങ് റിയ വാസ് വാക്കിംഗ് ബാക്ക് ഫ്രം ദ സ്കൂൾ. ഒരു ദിവസം എന്ത് ചെയ്യുന്നു? റിയ സ്കൂളിന്റെ ബാക്കിൽ കൂടി പോവായിരുന്നു അല്ലേ, നടക്കുമായിരുന്നു. ഷീ ഹേർഡ് എ ക്രൈ. പെട്ടെന്ന് അവൾ എന്ത് കേട്ടു? ഒരു കരച്ചിൽ കേട്ടു. ഇറ്റ് വാസ് എ സ്മോൾ ബ്രൗൺ പപ്പി. അതൊരു കുഞ്ഞ് ബ്രൗൺ പപ്പി ആയിരുന്നു. ദ പപ്പി വാസ് ലൈങ് അണ്ടർ എ ബിഗ് ട്രീ. അത് എവിടെ ഇരിക്കുന്നത്? ഒരു ബിഗ് ട്രീയുടെ അടിയിലായിരുന്നു. ഇറ്റ് ഹാഡ് എ വൈറ്റ് പാച്ച് ഓൺ ഇറ്റ്സ് ഹെഡ്. അതിന്റെ തലയിൽ എന്തുണ്ട്? ഒരു വൈറ്റ് പാച്ച് ഉണ്ട് അല്ലേ? ദ പപ്പീസ് ലെഗ് വാസ് ട്രാപ്ഡ് അണ്ടർ എ സ്റ്റോൺ. അതിന്റെ പപ്പിയുടെ കാൽ ഒരു സ്റ്റോണിന്റെ ഇടയിൽ പെട്ടിരിക്കുകയായിരുന്നു. ദ പപ്പി ലുക്ക് ഫ്രൈറ്റൻ. അതാകെ പേടിച്ചു നോക്കി. ഓ പുവർ തിങ്, റിയ സെഡ് സോഫ്റ്റ്ലി. ഡോണ്ട് ക്രൈ ഡിയർ, ഐ വിൽ ഹെൽപ്പ് യു. റിയ പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ എന്ത് ചെയ്യാം? ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. ഷി ജെന്റ്ലി റിമൂവ് ദ സ്റ്റോൺ. അവള് പതുക്കെ പോയി ആ കല്ല് നീക്കി കൊടുത്തു. ദ പപ്പി വാസ് ഹാപ്പി. അതോടുകൂടി പപ്പി എന്തായി? ഹാപ്പി ആയി. ഇറ്റ് വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെർ. പട്ടി ഇങ്ങനെ വാലാട്ടി അവളുടെ ടെയില്, പപ്പിയുടെ ടെയില് അതിങ്ങനെ ആട്ടിയിട്ട് അവളെ നോക്കി. ഇതാണ് സ്റ്റോറി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കാം. റിയ ലവ്. റിയക്ക് എന്താണ് ഇഷ്ടം? ആനിമൽസിന് അല്ലേ? ബേർഡ്സ്, ആനിമൽസ്, ഫ്ലവേഴ്സ്, ഗെയിംസ് ചെയ്തിട്ടുണ്ട്. ആനിമൽസ്. രണ്ടാമത്തത്, റിയ ഫൗണ്ട് എ പപ്പി. വേർ വാസ് ഇറ്റ്? റിയ പപ്പിനെ കണ്ടത് എവിടെയാണ്? അണ്ടർ എ ബിഗ് ട്രീ. ഒരു ബിഗ് ട്രീയുടെ അടിയിൽ. റിയ സ്റ്റോറി ടെൽസ് അബൌട്ട്. റിയയിലെ ഈ സ്റ്റോറി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ലവ് ടുവേർഡ്സ് ആനിമൽ അല്ലേ? മൃഗങ്ങളെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ, ഡോണ്ട് വറി ഡിയർ, ഐ വിൽ ഹെൽപ്പ് യു. ഹൂ സെഡ് ദിസ്? നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റിയ അല്ലേ? ആരാണ് പറഞ്ഞത്? റിയ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇത് നിങ്ങൾക്ക് വായിച്ചിട്ട് എഴുതാനുള്ളതാണ്. ഇൻ എ ക്വൈറ്റ് ഗ്രീൻ ഫോറസ്റ്റ് there lived a cheerful little rabbit named മിന്നു. ഒരു കാട്ടില് ആരുണ്ട്? ഒരു റാബിറ്റ് ഉണ്ട്. ആ റാബിറ്റിന്റെ പേരാണ് മിന്നു. മിന്നു വാസ് എ സ്മോൾ ബട്ട് ഷീ വാസ് വെരി ക്ലെവർ. മിന്നു ചെറിയതാണ്, പക്ഷെ അവള് നല്ല ബുദ്ധിയുള്ള ആളാണ്. എവറി മോർണിംഗ് ഷീ ഹോപ്ഡ് ഔട്ട് ദ ബറോ ലുക്കിംഗ് ഫോർ ഫുഡ്. എല്ലാ രാവിലെ അവൾ എന്ത് ചെയ്യും? അവളുടെ ബറോയിൽ നിന്ന്, മാളത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഫുഡിന് വേണ്ടിയിട്ട് പോകും. വൺ സണ്ണി മോർണിംഗ് മിന്നു ഫൗണ്ട് എ ബിഗ് ക്യാരറ്റ് നിയർ ദ റിവർ. ഒരു ദിവസം അവള് ക്യാരറ്റ് റിവറിന്റെ അടുത്ത് കണ്ടു. സൂൺ എ ഹാംഗ്രി ഫോക്സ് അപ്പിയർഡ് ദെയർ. പെട്ടെന്ന് തന്നെ അവിടെ എന്തും വന്നു? ഒരു ഹാംഗ്രി ഫോക്സ്, ഒരു ഫോക്സും അവിടെ പ്രത്യക്ഷപ്പെട്ടു. എ ലിറ്റിൽ റാബിറ്റ് ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. അതെന്താ പറഞ്ഞത്? സെഡ് ദ ഫോക്സ്. ആ ഫോക്സ് പറഞ്ഞു, ഒരു കുഞ്ഞ് റാബിറ്റ് എന്റെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മിന്നു ഗോട്ട് ഫ്രൈറ്റൺ. മിന്നുവിന് പേടിയായി. ബട്ട് ഷീ ക്വിക്ക്ലി ഗോട്ട് അൻ ഐഡിയ. പെട്ടെന്ന് പക്ഷെ അവൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓ മിസ്റ്റർ ഫോക്സ്, ഷീ സെഡ് പൊളൈറ്റ്ലി, യു ക്യാൻ ഈറ്റ് മീ നൗ. നിനക്ക് എന്നെ ഇപ്പൊ കഴിക്കാൻ പറ്റും. ലുക്ക് അറ്റ് ദാറ്റ് ഷാഡോ ബിഹൈൻഡ് യു. നിന്റെ പുറകിൽ നോക്കൂ, അവിടെ ഒരു നിഴല്. എ ലയൺ ഈസ് കമ്മിങ് ടു ഈറ്റ് അസ് ബോത്ത്. ആ ലയൺ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെ രണ്ടുപേരെയും കഴിക്കും. എ ലയൺ. ദ ഫോക്സ് ടേൺഡ് അറൌണ്ട് ദ ഫിയർ. ലയണോ എന്നും പറഞ്ഞിട്ട് ഫോക്സ് പേടിയോടെ ചുറ്റും നോക്കി. ഇറ്റ് ഇസ് എ ടൈം മിന്നു ക്വിക്ലി ടുക്ക് ദ ക്യാരറ്റ് ആൻഡ് ഹോപ്ഡ് എവേ ഫാസ്റ്റ്. ബട്ട് അത് നോക്കണ നേരം കൊണ്ട് തന്നെ മിന്നു എന്ത് ചെയ്തു? ക്യാരറ്റ് എടുത്തിട്ട് ഭയങ്കര ഫാസ്റ്റില് ഓടി. ദ ഫോക്സ് ഡിഡിൻ ഫൈൻഡ് എനി ലയൺ. പക്ഷെ ഫോക്സ് നോക്കിയപ്പോൾ അവിടെ ലയണെന്നും കണ്ടില്ല. ബിക്കോസ് ദർ വാസ് നോ ലയൺ അറ്റ് ഓൾ. കാരണം അവിടെ എന്തില്ലായിരുന്നു? ലയണ് ഉണ്ടായിരുന്നില്ല. ഇതാണ് സ്റ്റോറി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. മിന്നു റീച്ച്ഡ് ഹോം ആൻഡ് ആറ്റ് ക്യാരറ്റും കൊണ്ട് അത് ഹോമിലെത്തി. അതാണ് സ്റ്റോറി. ഇനി ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, മിന്നു ഈസ് എ ഡാഷ്. മിന്നു ആരാണ്? റാബിറ്റ്. ഒരു റാബിറ്റ് ആണ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മിന്നു ഫൈൻഡ് നിയർ ദ റിവർ? മിന്നു എന്താണ് റിവറിന്റെ തീരത്ത് കണ്ടത്?
എ ബിഗ് ക്യാരറ്റ്, ഒരു ക്യാരറ്റ് ആണ്. ഹു വാണ്ടഡ് ടു ഈറ്റ് മിന്നു, മിന്നുനെ കഴിക്കാൻ വന്നതാരാണ്? ഫോക്സ് അല്ലേ? നാലാമത്തെ ഫൈൻഡ് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻ അഫ്രൈഡ്. അഫ്രൈഡ് എന്നുള്ള വേർഡിനെ അവിടെ പറഞ്ഞ് മിന്നു ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പേടിച്ച്, ഫ്രൈറ്റൻഡ്. അപ്പോൾ അഫ്രൈഡ് എന്നുള്ള വേർഡിന് ഫ്രൈറ്റൻഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറയുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫോക്സ് ഇസ് അഫ്രൈഡ് ഓഫ് ദ ലയൺ. ഫോക്സിന് ലയണെ കണ്ടിട്ട് പേടിയായി, ലയണിനെ കുറിച്ച് ഓർത്ത് പേടിയായി അല്ലേ? രണ്ടാമത്തെ മിന്നു ഗോട്ട് ഫ്രൈറ്റൺ ഓൺ സീയിങ് ദ ഫോക്സസ്. മിന്നു ഫോക്സിനെ കണ്ട് പേടിച്ചു. ദ ലയൺ വാസ് ബിഹൈൻഡ് ദ ഫോക്സ്. ഫോക്സിന്റെ പുറകെ ലയൺ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി ദ ഫോക്സ് ടേൺ ടു സീ ദ ലയൺ. ലയണിനെ കാണാൻ ഫോക്സ് ഇത് ചെയ്തു, തിരിഞ്ഞു എന്ന്. അപ്പോൾ ഇതിലേതാണ് ശരി? ഓപ്ഷൻ എയും ബിയും ഡിയും എന്താണ്? കറക്റ്റാണ്. എയും ബിയും ഡിയും എന്താണ്? കറക്റ്റാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 3 പിക്ചർ സ്റ്റോറിയാണ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതിന് നോക്കിയിട്ട് നിങ്ങളോട് സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കുട്ടികൾ നടന്നു പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നതാ? ആ കുട്ടിക്കൊരു മാല കളഞ്ഞു കിട്ടുന്നു. അത് സ്കൂളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. അവളെല്ലാവരും സ്കൂൾ അസംബ്ലിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റോറി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓൺ വേർഡ്സിൽ സ്റ്റോറി എഴുതുക. അടുത്ത കോൺവെർസേഷൻ. മിന്നു ഈസ് ഫോണ്ട് ഓഫ് സ്റ്റോറീസ്. ഷീ വാണ്ട് ടു ടേക്ക് സം ബുക്സ് ഫോർ റീഡിങ്. മിന്നുവിന് സ്റ്റോറി വായിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബുക്ക് എടുക്കുക അല്ലേ? അപ്പോൾ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിന്നു ആൻഡ് ഹെർ ടീച്ചർ. മിന്നും അവളുടെ ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ മിന്നു എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ് ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്താ പറയും? ഗുഡ് മോർണിംഗ് മിന്നു. അപ്പോൾ മിന്നു ഐ വാണ്ട് സം ബുക്സ് എന്ന് പറയും. അപ്പോൾ ടീച്ചർ എന്താ ചോദിക്കണേ? ഏത് ടൈപ്പ് ബുക്കാണ് വേണ്ടതെന്ന് ചോദിക്കും. വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു നീഡ് എന്ന് ചോദിക്കും. അപ്പോൾ ഐ വാണ്ട് ടു സ്റ്റോറി ബുക്സ് എന്ന് പറയും. അപ്പോൾ ടീച്ചർ ഓക്കെ ഐ വിൽ ഗീവ് യു എന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കോൺവെർസേഷൻ തയ്യാറാക്കാം. അടുത്ത് ദിൽന ആൻഡ് ഹെർ റിലേറ്റീവ് ബ്രദർ ഐസക് റാൻ ഇൻ ടു ദ ലിവിംഗ് റൂം. ദേ സോ ദെയർ മദർ ലൈങ് ഓൺ ദ ഫ്ലോർ. ദിൽനയും ഐസക്കും റൂമിലെത്തിയപ്പോൾ അമ്മ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടു അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ഹെർ ബ്രദർ. ദിൽനയും വലിയ ബ്രദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാനാണ്. അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? പരസ്യം. നിങ്ങൾ ടി വിയിലും ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യങ്ങൾ വന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ എന്തിനെ കുറിച്ച് പരസ്യം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 4 പ്രിപ്പയർഡ് സം ഡെലീഷ്യസ് കേക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് ദെയർ ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചറിന്റെ ഹെൽപ്പോട് കൂടി 4ാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കി. ദേ വാണ്ട് ടു സെൽ ദ കേക്ക്. അതിനെന്താണ്? കേക്കിന് സെല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഡെലീഷ്യസ് കേക്ക് യു ബൈറ്റ് ഓഫ് ഹെവൻ. എന്തെങ്കിലും കേക്കിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടിയിട്ട് എത്ര രൂപയാണ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു കേക്കിന്റെ പടമൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ ഒരു പരസ്യം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ സെയിൽ, കേക്ക് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അടുത്തത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദീദി ആൻഡ് ദ ചിൽഡ്രൻ വാണ്ട് ടു കീപ് ദ വില്ലേജ് ക്ലീൻ ആൻഡ് ടൈഡി. ദേ പ്ലാൻ ടു പ്രിപ്പയർ എ പോസ്റ്റർ ടു ഡിസ്പ്ലേ ഇൻ ദ വില്ലേജ്. പ്രിപ്പയർ ദ പോസ്റ്റർ. എന്താണ്? വില്ലേജ് ക്ലീൻ ചെയ്യാനും അല്ലേ? ക്ലീൻ ചെയ്യേണ്ട ഒരു ഇതുണ്ട്. കുട്ടികൾ ശ്രമിക്കുകയാണ് വില്ലേജ് ക്ലീൻ ചെയ്യാനും ഇതിനും വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോസ്റ്റർ തയ്യാറാക്കുകയാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ അവർ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്താണ്? കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻസ് ടുഗദർ വി ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലീൻ ആക്കുന്നതിനെ കുറിച്ച് ഒരു ഇത് എഴുതിയിട്ട് എന്തെങ്കിലും നല്ല പിക്ചറൊക്കെ വരയ്ക്കുക. നേച്ചറിൻ്റെ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.